നമസ്കാരം. ഇന്ന് കേരളം 1956 ശേഷം എന്ന സിലബസ് ഭാഗത്തെ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള രാഷ്ട്രീയ രംഗവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് ഇന്നത്തെ ക്ലാസ് കൊണ്ട് തീരത്തില്ല. അടുത്ത ക്ലാസ് കൊണ്ട് നമ്മൾ കേരള രാഷ്ട്രീയ രംഗം എന്നുള്ള ഭാഗം പൂർത്തിയാക്കും. അതിനുശേഷം വിദ്യാഭ്യാസ രംഗം, സാമ്പത്തിക രംഗം പോലുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. ഏതാണ്ട് ഒരു 5-6 ക്ലാസ് കൊണ്ടായിരിക്കും നമ്മൾ ഈ ഭാഗം പൂർത്തിയാക്കുന്നത്. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരളം 1956 ശേഷം എന്നുള്ള ആദ്യത്തെ ക്ലാസ്സിൽ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സിൽ കേരളത്തിലെ ഒന്നാമത്തെ നിയമസഭയെക്കുറിച്ചും കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയെക്കുറിച്ചും മന്ത്രിസഭാംഗങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു, അല്ലേ? അപ്പോൾ ആ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അത് EMS നമ്പൂതിരിപ്പാടായിരുന്നു, അല്ലെ? കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അത് PT ചാക്കോയായിരുന്നു, അല്ലെ? ഒന്നാമത്തെ കേരള നിയമസഭ രൂപീകരിക്കപ്പെട്ടത് 1957 ഏപ്രിൽ 1 പക്ഷേ EMS സത്യപ്രതിജ്ഞ ചെയ്തത് 1957 ഏപ്രിൽ 5 പക്ഷേ ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 അപ്പോൾ ഇതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു 1959 ജൂലൈ 31 വിമോചന സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ EMS ഗവൺമെന്റിനെ ആര് പിരിച്ചുവിടുന്നു? രാഷ്ട്രപതി പിരിച്ചുവിടുന്നു, അല്ലെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് 356 വകുപ്പ് അനുസരിച്ച് ഒരു സംസ്ഥാനത്തിലെ മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത് കേരളത്തിലാണ്. അത് ഏത് മന്ത്രിസഭയാണ്? ആദ്യത്തെ ഏഷ്യയിലെ തന്നെ ബാലറ്റ് പേപ്പറിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ EMS മന്ത്രിസഭയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പഠിച്ചതാണ്. അതിനുശേഷം രാഷ്ട്രപതി ഭരണം നടക്കുന്നു, അതിനുശേഷം തെരഞ്ഞെടുപ്പ്, അതിനുശേഷം എന്ത് വരുന്നു? രണ്ടാം കേരള നിയമസഭ രൂപം കൊള്ളുന്നു. അതിനുശേഷം രണ്ടാം കേരള നിയമസഭ രൂപം കൊള്ളുന്നു. കാലഘട്ടം ഏതാണ്? 1960 മുതൽ 64 വരെ. 1960 മുതൽ 64 വരെ. ഇപ്പൊ ആരാണ് പുതിയ മുഖ്യമന്ത്രി? അതായത് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ള, അല്ലെ? അപ്പൊ ആദ്യത്തെ മുഖ്യമന്ത്രി EMS, രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. പട്ടം താണുപിള്ള ഏത് പാർട്ടിക്കാരനാണ്? പട്ടം താണുപിള്ള കോൺഗ്രസ്സുകാരനാണോ? അല്ല. പട്ടം താണുപിള്ളയ്ക്ക് വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പൊ കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രിയല്ല പട്ടം താണുപിള്ള. ഓർത്തു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണ്? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. ശരി, രണ്ടാമത്തെ കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ്. ആദ്യം ആരായിരുന്നു? PT ചാക്കോ, കോൺഗ്രസ്സുകാരൻ. EMS കമ്മ്യൂണിസ്റ്റുകാരൻ. അപ്പോൾ കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ ആരെന്ന് ചോദിച്ചാലോ? EMS നമ്പൂതിരിപ്പാടാണ്, അല്ലെ? EMS നമ്പൂതിരിപ്പാടാണ്. ഇനി പട്ടം താണുപിള്ള ശരിക്കും സ്ഥലം എവിടെയാണ്? തിരുവിതാംകൂറുകാരനാണ്, അല്ലെ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഒക്കെ സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. ആര്? പട്ടം താണുപിള്ള തിരുവിതാംകൂറുകാരനാണ്. അപ്പോൾ ആദ്യമായിട്ട് കേരള മുഖ്യമന്ത്രിയായ തിരുവിതാംകൂറുകാരൻ ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയാം? പട്ടം താണുപിള്ളയുടെ പേര് പറയാം. അതേസമയം EMS മലബാറുകാരനാണ്. പെരിന്തൽമണ്ണയാണല്ലോ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പട്ടം താണുപിള്ള തിരുവിതാംകൂറുകാരനാണ്. അപ്പോൾ കേരള മുഖ്യമന്ത്രിയായ ആദ്യ തിരുവിതാംകൂറുകാരനാണ് പട്ടം താണുപിള്ള. അപ്പോൾ അത്രയും അവിടെ ഓർക്കാലോ. ഇനി പട്ടം താണുപിള്ള മന്ത്രിസഭയുടെ പ്രത്യേകത എന്താണ്? ഒരു വളരെ വലിയ പ്രത്യേകതയാണ്. ചോദ്യ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭ. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ള മന്ത്രിസഭയാണ്. ഇവിടെ നേരത്തെ ആദ്യം EMS ഭരിച്ചു. അത് കൂട്ടുകക്ഷി മന്ത്രിസഭയല്ല. കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? പല പാർട്ടികൾ ചേർന്ന് ഒരു ഭരണം നടത്തുമ്പോൾ, മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ നമ്മൾ അതിനെ കൂട്ടുകക്ഷി ഭരണം എന്ന് പറയും. ആദ്യത്തെ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കൂട്ടുകക്ഷി ഭരണമല്ലായിരുന്നു.
ഇതിപ്പോ കൂട്ടുകക്ഷി ഭരണമാണ്. അപ്പൊ കൂട്ടുകക്ഷി ഭരണത്തിലൂടെ ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയത് ആര് എന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ളയെ കുറിച്ച് പിന്നെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം, അദ്ദേഹം തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിയായിരുന്നു അല്ലെ പണ്ട്. പിന്നെ തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിയായിരുന്നു അല്ലെ. ഇപ്പൊ എന്തുവായി? കേരളത്തിലെ മുഖ്യമന്ത്രിയായി. അപ്പൊ തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും കേരളത്തിലും മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയാം? പട്ടം താണുപിള്ളയുടെ പേര് പറയാം. പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച കേരളത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തി ആര്? 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച കേരളത്തിൽ മുഖ്യമന്ത്രിയായ ഒരേ ഒരു വ്യക്തി ആര്? ആരാണ്? പട്ടം താണുപിള്ള. വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ പറയും കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ ആരെന്ന് ചോദിച്ചാലും പട്ടം താണുപിള്ളയാണ്. ഇനി ഈ പട്ടം താണുപിള്ള മന്ത്രിസഭ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നു. രണ്ടാം കേരള നിയമസഭയിൽ ആദ്യമായിട്ടൊരു സംഭവം നടക്കുന്നു. അവിശ്വാസ പ്രമേയം വരുന്നു. ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം നേരിട്ട കേരള മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയണം? പട്ടം താണുപിള്ളയുടെ പേര് പറയണം. അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു, അതുകൊണ്ട് പട്ടം താണുപിള്ളയ്ക്ക് രാജിവെക്കേണ്ടി വന്നില്ല. പക്ഷേ അവിശ്വാസ പ്രമേയം നേരിട്ട കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ളയാണ്. അവിടെ വേറൊരു ചോദ്യത്തിനുള്ള സാധ്യത കൂടി വരുന്നില്ലേ? എന്താണ് ആ ചോദ്യം? കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആര് എന്നൊരു ചോദ്യം വരുന്നില്ലേ? കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ പരാജയപ്പെട്ടുവെങ്കിലും അത് അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ CG ജനാർദ്ദനനാണ്. അപ്പൊ കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് പട്ടം താണുപിള്ള മന്ത്രിസഭയ്ക്കെതിരായിട്ടാണ്. അതാരാണ്? CG ജനാർദ്ദനൻ ആണ്. ഇനി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് മുന്നണിക്കകത്തുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാരണം പട്ടം താണുപിള്ള എന്ത് ചെയ്യുന്നു? രാജിവെക്കുന്നു. പട്ടം താണുപിള്ള രാജിവെക്കുന്നു. അപ്പൊ അതും ചോദ്യമാണ്. ആദ്യമായിട്ട് രാജിവെച്ച കേരള മുഖ്യമന്ത്രി, ആദ്യമായിട്ട് രാജിവെച്ച കേരള മുഖ്യമന്ത്രി EMS എന്ന് എഴുതരുത്. EMSനെ എന്താക്കിയതാണ്? പുറത്താക്കിയതാണ്. ആദ്യമായിട്ട് രാജിവെച്ച് സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ളയാണ്. അതിനുശേഷം പട്ടം താണുപിള്ള എന്താകുന്നു? അതിനുശേഷം പട്ടം താണുപിള്ള ഗവർണറായിട്ട് പോകുന്നു. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു, പിന്നീട് ഗവർണറായിട്ട് മാറിയ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് പട്ടം താണുപിള്ളയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുകയും പിന്നീട് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഗവർണറായിട്ട് സേവനമനുഷ്ഠിക്കുകയും ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പട്ടം താണുപിള്ളയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് ഓർത്തു വയ്ക്കണം, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. ഇനി അദ്ദേഹത്തിന് ഒരു പത്രമുണ്ടായിരുന്നു. ആ പത്രമാണ് കേരള ജനത. പട്ടം താണുപിള്ളയുടെ പത്രത്തിന്റെ പേരെന്താണ്? കേരള ജനത. കഴിഞ്ഞ ദിവസം EMSന് ഒരു പത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. EMSന്റെ പത്രത്തിന്റെ പേരാണ് പ്രഭാതം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ പട്ടം താണുപിള്ളയുടെ പത്രം എന്താണെന്ന് ചോദിച്ചാൽ കേരള ജനത എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് പട്ടം താണുപിള്ളയാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പം പട്ടം താണുപിള്ള രാജിവെച്ചു അല്ലെ. ഇപ്പൊ പുതിയ മുഖ്യമന്ത്രി ഉണ്ടാവും. നിയമസഭ അത് തന്നെ, രണ്ടാം നിയമസഭ തന്നെയാണ്. പുതിയ ആൾ എന്ത് ചെയ്യുന്നു? മുഖ്യമന്ത്രിയാകുന്നു. ആ ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ R ശങ്കറാണ്. പറഞ്ഞു വരുമ്പോൾ കേരളത്തിലെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് R ശങ്കർ. R ശങ്കറിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ പരീക്ഷകളിൽ ചോദ്യങ്ങളിൽ R ശങ്കർ എങ്ങനെയൊക്കെ ഉത്തരമാകും എന്ന് ചോദിച്ചാൽ, നേരത്തെ പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു. പട്ടം താണുപിള്ള മന്ത്രിസഭയിൽ R ശങ്കർ എന്തായിരുന്നു? ഉപമുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ R ശങ്കറിന്റെ പേര് പറയാം. ഇതുവരെയുള്ള കേരളത്തിലെ നിയമസഭാ ചരിത്രം പരിശോധിച്ചാൽ ഇതുവരെ 3 ഉപമുഖ്യമന്ത്രിമാർ മാത്രമേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ആ 3 പേരിൽ ആദ്യമായത് R ശങ്കറാണ്. CH മുഹമ്മദ് കോയയും ഔക്കാദർ കുട്ടി നഹയും എന്തായിരുന്നു? കേരളത്തിൽ ഉപമുഖ്യമന്ത്രിമാരായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3 പേർ ആരൊക്കെയാണ്? R ശങ്കർ, CH മുഹമ്മദ് കോയ, ഔക്കാദർ കുട്ടി നഹ. ഇവർ 3 പേരാണ് ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. അപ്പൊ അത് ഓർത്തു വയ്ക്കണം. അതിൽ ആദ്യമായത് R ശങ്കർ. ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിട്ടിരുന്നത് ആരെന്ന് ചോദിച്ചാൽ ഔക്കാദർ കുട്ടി നഹയാണ്.
ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രി ആയിരുന്നത് ആരെന്ന് ചോദിച്ചാൽ ഔഖാദർ കുട്ടി നഹയാണ്. ഇപ്പോൾ ഇവിടെ ആർ ശങ്കറിന്റെ കാര്യം പറയുമ്പോൾ ഉപമുഖ്യമന്ത്രിയായിരുന്ന് പിന്നീട് മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തി അങ്ങനെ ചോദിക്കാമല്ലോ. അതാരാണ്? ആർ ശങ്കറാണ്. ആർ ശങ്കർ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, കോൺഗ്രസ്സുകാരനായ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? കോൺഗ്രസ്സുകാരനായ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും ആരുടെ പേര് പറയാം? ആർ ശങ്കർ എന്ന് പറയാം. അതുപോലെ തന്നെ ഇദ്ദേഹം പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയായിരുന്നു. അതായത് ഈഴവ വിഭാഗത്തിൽപ്പെടുന്ന ആളായിരുന്നു ആര്? ആർ ശങ്കർ. പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ആരാണ്? ആർ ശങ്കറാണ്. SN ട്രസ്റ്റിന്റെ സ്ഥാപകനാണ് ആര്? ആർ ശങ്കർ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാലും ആർ ശങ്കറാണ്. സാധാരണഗതിയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനകാര്യമന്ത്രിയാണ്. പക്ഷെ കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏത് മുഖ്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ആർ ശങ്കറാണ്. അപ്പോൾ അതുകൂടി അവിടെ ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഏത് മുഖ്യമന്ത്രിയാണ് അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആദ്യമായിട്ട് കേരളത്തിൽ രാജിവെച്ചത്? ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ആർ ശങ്കറാണ്. അല്ലെ, പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അവിശ്വാസ പ്രമേയം വന്നു. പക്ഷെ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. അതുകൊണ്ട് പട്ടം താണുപിള്ളയ്ക്ക് രാജിവെക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ അവിശ്വാസ പ്രമേയം വിജയിച്ചു. ആര് രാജിവെക്കുന്നു? ആർ ശങ്കർ രാജിവെക്കുന്നു. അപ്പൊ അവിടെയും ഒരു ചോദ്യമുണ്ട്, ആർ ശങ്കർ മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതാര്? അദ്ദേഹം അവതരിപ്പിച്ചത് കൊണ്ടാണല്ലോ അത് വിജയിച്ചതും ആർ ശങ്കർ പരാജയപ്പെട്ടതും. ആരെന്ന് ചോദിച്ചാൽ PK കുഞ്ഞാണ്. ആരാണ്? PK കുഞ്ഞ്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെടുന്നത് ഏത് മുഖ്യമന്ത്രിയാണ്? ആർ ശങ്കർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. അതിന് കാരണക്കാരനായിട്ടുള്ള അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച നിയമസഭാംഗമാര്? PK കുഞ്ഞ്. അപ്പൊ ഇത് രണ്ടും മാറിപ്പോവോ? CG ജനാർദ്ദനൻ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. PK കുഞ്ഞിന്റെ അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് ആർ ശങ്കർ എന്ത് ചെയ്യുന്നത്? രാജിവെക്കേണ്ടി വരുന്നത്. അല്ലെ, അത് വിജയിച്ചതിനെ തുടർന്നാണ് ആർ ശങ്കറിന് രാജിവെക്കേണ്ടി വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ഓർത്തു വെക്കേണ്ട വേറൊരു കാര്യം, ആർ ശങ്കറിന് ഒരു പത്രമുണ്ട്. ആർ ശങ്കർ സ്ഥാപിച്ച പത്രം ഏതെന്ന് ചോദിക്കും. ദിനമണി. ആർ ശങ്കർ സ്ഥാപിച്ച പത്രം ഏതാണ്? ദിനമണി. നമ്മൾ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞു, EMS സ്ഥാപിച്ച പത്രമാണ് പ്രഭാതം. EMS സ്ഥാപിച്ച പത്രമാണ് പ്രഭാതമെങ്കിൽ ആർ ശങ്കർ സ്ഥാപിച്ച പത്രം ഏതെന്ന് ചോദിച്ചതെന്ന് പറയാം. ദിനമണി. ഓർത്തു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ദിനമണി. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാം കേരള നിയമസഭയുടെ കാലത്ത് ചില കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. ആദ്യമായിട്ട് മരണപ്പെട്ട നിയമസഭാംഗം, നിയമസഭാംഗമായിരിക്കെ മരണപ്പെട്ട ആദ്യത്തെ വ്യക്തി, അല്ലെ, MLA ആയിരിക്കുമ്പോൾ മരണപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ AR മേനോനാണ്. അല്ലെ, നമുക്കറിയാം ഡോക്ടർ AR മേനോൻ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ രണ്ടാം നിയമസഭയിൽ അയാൾ മന്ത്രിയല്ല, കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു. അല്ലെ, അദ്ദേഹമാണ് മരണപ്പെട്ട ആദ്യത്തെ നിയമസഭാംഗം. അതേസമയം കേരളത്തിൽ മന്ത്രിയായിരിക്കുമ്പോൾ മരണപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ VK വേലപ്പനാണ്. മന്ത്രിയായിരിക്കുമ്പോൾ മരണപ്പെട്ട ആദ്യത്തെ വ്യക്തി VK വേലപ്പൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. AR മേനോൻ നിയമസഭാംഗം, VK വേലപ്പൻ മന്ത്രിയായിരുന്നപ്പോൾ മരണപ്പെട്ടു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലത്ത്, അതായത് രണ്ടാം നിയമസഭയുടെ ഈ കാര്യം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. 1961 അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര്? 1961 അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാവ് ആര് എന്നൊരു ചോദ്യം വരും. അപ്പൊ നിങ്ങൾക്ക് ഈ അമരാവതി എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ, അമരാവതി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെ ഇന്നത്തെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ആണ് അമരാവതി, ആന്ധ്രാപ്രദേശിൽ. ഇത് ആ അമരാവതി അല്ല. ഇവിടെ പറയുന്ന അമരാവതി കേരളത്തിൽ ഇടുക്കിയിലുള്ള ഒരു അമരാവതിയാണ്. ഇടുക്കിയിൽ ഉള്ള കുമിളിക്കടുത്തുള്ള ഒരു സ്ഥലമാണ് അമരാവതി. അപ്പൊ 1961 അമരാവതി സത്യാഗ്രഹത്തെ നയിച്ച നേതാവ് ആരെന്ന് ചോദിച്ചാൽ AK ഗോപാലനാണ്.
ഇടുക്കി അണക്കെട്ട് പണിയുന്നു. ഇടുക്കി അണക്കെട്ട് പണിയുന്ന സമയത്ത് അവിടെ നിന്ന് കുറേ കർഷകർ എന്ത് ചെയ്യുന്നു, പട്ടം താണുപിള്ള മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒഴിപ്പിക്കുന്നു. അവരെ അമരാവതിയിലാണ് പുനരധിവസിപ്പിച്ചത്. അപ്പൊ അതിനെതിരെയുള്ള ഒരു സമരമായിരുന്നു അമരാവതി സത്യാഗ്രഹം. വിജയമായിരുന്നു. അപ്പോൾ 961 അമരാവതി സത്യാഗ്രഹത്തെ നയിച്ചത് AK ഗോപാലൻ. ഓർത്തു വെച്ച ഒരു മാർക്ക്, വിലപ്പെട്ട ഒരു മാർക്ക്. അങ്ങനെ രണ്ടാം കേരള നിയമസഭ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് R ശങ്കർ രാജിവെക്കുന്നതോടുകൂടി അതിൻ്റെ കാലാവധി തീരുന്നു. കാലാവധി പൂർത്തിയാക്കിയില്ല. 60 തൊട്ട് 64 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ രണ്ട് നിയമസഭകളും കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. ഇതുവരെയുള്ള ഒരു മുഖ്യമന്ത്രിമാരും 5 കൊല്ലം എന്നുള്ള കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. അതിനുശേഷം എന്ത് നടക്കുന്നു? തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മൂന്നാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. ഒരു പാർട്ടിക്കും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ കേരളത്തിൽ മൂന്നാമത്തെ രാഷ്ട്രപതി ഭരണം വരും. കേരളത്തിൽ മൂന്നാമത്തെ രാഷ്ട്രപതി ഭരണം. ആദ്യത്തെ രാഷ്ട്രപതി ഭരണം എപ്പോഴാണ്? കേരളം രൂപം കണ്ട സമയത്ത് EMS മുഖ്യമന്ത്രി ആകുന്നത് വരെ ഒരു രാഷ്ട്രപതി ഭരണം ഉണ്ടായിരുന്നു. രണ്ടാമത്തത് അദ്ദേഹത്തിനെ പുറത്താക്കിക്കൊണ്ടുള്ള രാഷ്ട്രപതി ഭരണം. മൂന്നാമത്തെ രാഷ്ട്രപതി ഭരണം വരുന്നത് ഈ 964 കഴിഞ്ഞിട്ടുള്ള സമയത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തതിനെ തുടർന്നാണ്. അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്ന രാഷ്ട്രപതി ഭരണം. നമ്മൾ വേറൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ 7 തവണ രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ട് അല്ലെ. കേരളത്തിൽ ആകെ 7 തവണ രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നീണ്ടു നിന്ന രാഷ്ട്രപതി ഭരണം എത്രാമത്തേതെന്ന് ചോദിച്ചാൽ മൂന്നാമത്തേതാണ്. 64 മുതൽ 67 വരെ നീണ്ടു നിന്ന മൂന്നാമത്തെ രാഷ്ട്രപതി ഭരണമാണ് ഏറ്റവും ദൈർഘ്യമേറിയ കേരളത്തിലെ രാഷ്ട്രപതി ഭരണം. ഇതവിടെ ഓർത്തു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 925 കാൺപൂരിലാണ് അല്ലെ. ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ മണ്ണിൽ ആരംഭിക്കുന്നത് 925 കാൺപൂരിലാണെന്നറിയാം അല്ലെ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിളരുന്നു. അങ്ങനെയാണ് CPI CPM എന്ന് മാറുന്നത്. ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം വേറൊരു വകതിരിവ് കൂടി ഉണ്ടല്ലോ, CPIM. എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞത് എന്ന് കൂടി ആലോചിക്കണം. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ് എന്നാണെന്ന് പരീക്ഷയ്ക്ക് പഠിച്ചു വെച്ചേക്കണം. കേരള ചരിത്രം പഠിക്കുമ്പോൾ, കേരളത്തിലെ രാഷ്ട്രീയം പഠിക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. 1964. എന്തായാലും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നു, ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ EMS വീണ്ടും മുഖ്യമന്ത്രിയായി. അപ്പോൾ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 തവണ മുഖ്യമന്ത്രി ആയത് ആര്? EMS ആണ് അല്ലെ. തുടർച്ചയായിട്ടല്ല, 2 തവണ മുഖ്യമന്ത്രി ആയത് ആരാണ്? EMS ആണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യവും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. 1967 കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുന്ന 1967 പഠിച്ചായിരുന്നു. ആ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുന്നത് ആരുടെ കാലത്താണ്? EMS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരിക്കും. മുഖ്യമന്ത്രിയായിരിക്കും. അപ്പൊ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയാം? EMS എന്ന് പറയാം. ഇനി കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ 969 ആയപ്പോൾ EMS എന്ത് ചെയ്യുന്നു? രാജിവെക്കുന്നു. മുന്നണിയിലെ ചില പ്രശ്നങ്ങൾ കാരണം EMS മന്ത്രിസഭ മുമ്പോട്ട് പോയില്ല. EMS രാജിവെക്കുന്നു. അപ്പൊ ആദ്യത്തെ തവണയും അദ്ദേഹത്തിന് കാലാവധി പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ രണ്ടാമത്തെ തവണയും അദ്ദേഹത്തിന് കാലാവധി പൂർത്തിയാക്കാനായിട്ട് പറ്റിയില്ല. അതിനുശേഷം മുഖ്യമന്ത്രിയായത് ആരെന്ന് ചോദിച്ചാൽ C. അച്യുതമേനോനാണ്. അതേ നിയമസഭയാണ്. മൂന്നാം നിയമസഭയിൽ ആര് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരുന്നു? C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു അല്ലെ. അപ്പോൾ ഇതുവരെ എത്ര മുഖ്യമന്ത്രിയായി? ആദ്യം EMS, പിന്നീട് അത് കഴിഞ്ഞിട്ട് പട്ടം താണുപിള്ള, R ശങ്കർ, അത് കഴിഞ്ഞിട്ട് ഇപ്പം ആരാണ്? C. അച്യുതമേനോൻ അല്ലെ. നാലാമത്തെ വ്യക്തി 5ാമത്തെ മുഖ്യമന്ത്രി അല്ലെ. 4ാമത്തെ വ്യക്തി എന്ന് പറയാം, 5ാമത്തെ മുഖ്യമന്ത്രി എന്ന് പറയാം. ആരാണ്?
ആരാണ്? സി അച്യുത മേനോൻ. സി അച്യുത മേനോൻ അങ്ങനെ മുഖ്യമന്ത്രിയാകുന്നത് EMSന് ശേഷം 69-ലാണ്. 69-ലാണ്. അവിടെ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ മുഖ്യമന്ത്രി ആര്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആരാണ്? സി അച്യുത മേനോൻ. ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ സി അച്യുത മേനോനാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഓർക്കാമല്ലോ. അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സി അച്യുത മേനോൻ മന്ത്രിസഭയും കാലാവധി പൂർത്തിയാക്കൂല, പെട്ടെന്ന് താഴെ വീഴും. അപ്പോൾ മൂന്നാം കേരള നിയമസഭ 67 മുതൽ 70 വരെ മാത്രമേ ഉള്ളൂ. ആ ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയതിനു ശേഷം ഉടനെ തന്നെ ആരുടെ മന്ത്രിസഭയും താഴെ വീഴും? സി അച്യുത മേനോൻ മന്ത്രിസഭയും താഴെ വീഴും. അത് കഴിഞ്ഞിട്ട് നാലാം കേരള നിയമസഭ. നാലാം കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി ആയത് ആരാണ്? സി അച്യുത മേനോൻ തന്നെ. സി അച്യുത മേനോൻ തന്നെ. അപ്പൊ ഇവിടെ ഒരു ചോദ്യമായില്ലേ, തുടർച്ചയായിട്ട് 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി സി അച്യുത മേനോൻ. 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി EMS. തുടർച്ചയായ 2 തവണ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായത് ആരെന്ന് ചോദിച്ചാൽ സി അച്യുത മേനോൻ. ഇപ്പൊ പിണറായി വിജയനും തുടർച്ചയായിട്ട് 2 തവണ മുഖ്യമന്ത്രിയായ ആളാണ്. പക്ഷെ ആദ്യം ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സി അച്യുത മേനോനാണ്. അപ്പൊ ആ അച്യുത മേനോൻ മന്ത്രിസഭയുടെ കാലാവധി നോക്ക്, 970 മുതൽ 77 വരെയാണ്. 970 മുതൽ 77 വരെ. നാലാം കേരള നിയമസഭ 970 മുതൽ 77 വരെ. സാധാരണഗതിയിൽ ഒരു നിയമസഭയുടെ കാലാവധി 5 കൊല്ലമാണ്. ഇത് 7 കൊല്ലം വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? ആ സമയത്ത് അടിയന്തരാവസ്ഥ, 975-ൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ. അപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന് കൂടുതൽ കാലാവധി കിട്ടി. അപ്പോൾ കേരളത്തിലെ ഇതുവരെയുള്ള ആ നിയമസഭാ ചരിത്രം പരിശോധിക്കുമ്പോൾ 15 നിയമസഭയായി. ആ 15 നിയമസഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കാലാവധി കൂടുതലുള്ള നിയമസഭ ഏതെന്ന് ചോദിച്ചാൽ ഏത് നിയമസഭയാണ്? നാലാം കേരള നിയമസഭയാണ്. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് കേരളത്തില് മുഖ്യമന്ത്രിയായിരുന്നത് ആര്? അത് സി അച്യുത മേനോൻ. അവിടെ കുറെ ചോദ്യങ്ങൾ അതുപോലെയുള്ളതുണ്ട് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായതാണ് കെ കരുണാകരൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് EK നായനാരുടെ പേര് പറയും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയായിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയും? അത് സി അച്യുത മേനോന്റെ പേര് പറയും. അപ്പൊ അത് നമുക്ക് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് അച്യുത മേനോന്റെ കാര്യം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. ഇദ്ദേഹം കൊച്ചിക്കാരനാണ്. അച്യുത മേനോൻ കൊച്ചിക്കാരനാണ്. നിങ്ങൾക്കറിയാം, കൊച്ചിയിൽ പണ്ട് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു അല്ലെ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ നേതാവായിരുന്ന ആളാണ് സി അച്യുത മേനോൻ. ആ സമയത്താണ് കൊച്ചിയിലെ വൈദ്യുത സമരം നടക്കുന്നത്. 936-ല് കൊച്ചിയിലെ വൈദ്യുത സമരം. ആ വൈദ്യുത സമരത്തെയൊക്കെ നയിച്ച ഒരു നേതാവ് കൂടിയാണ്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ നയിച്ച ആൾ കൂടിയാണ് ആര്? ഈ പറഞ്ഞ സി അച്യുത മേനോൻ. അദ്ദേഹം ഇപ്പൊ എന്തായിരിക്കുന്നു? കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. അപ്പൊ അങ്ങനെയും ചോദ്യം ചോദിക്കാമല്ലോ. 936-ലെ കൊച്ചിയിലെ വൈദ്യുത സമരത്തിന് നേതൃത്വം കൊടുത്തയാൾ പിന്നീട് കേരളത്തിലെ മുഖ്യമന്ത്രിയായി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സി അച്യുത മേനോനാണ്. ഇനി അതുപോലെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വിദ്യാകേന്ദ്രമുണ്ട്. തിരുവനന്തപുരത്ത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഗവേഷണ സ്ഥാപനമാണ്. അത് സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ സി അച്യുത മേനോനാണ്. ഇപ്പൊ സി അച്യുത മേനോന്റെ കാര്യത്തിൽ ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയാണ്. തിരുവനന്തപുരത്ത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആരംഭിച്ച മുഖ്യമന്ത്രിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മുല്ലപ്പെരിയാർ പാട്ടക്കരാറ് തമിഴ്നാടിന് പുതുക്കി നൽകിയ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ 1886-ല് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ആദ്യം ഒപ്പുവെക്കുന്നത്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ 1886-ല് ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് 999 കൊല്ലത്തേക്ക് തമിഴ്നാടിന് പാട്ടത്തിന് കൊടുത്തുകൊണ്ടുള്ള ഒരു കരാറാണ്. ആ കരാർ പുതുക്കി നൽകിയ കേരളത്തിലെ
മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? സി അച്യുത മേനോനാണ്. സി അച്യുത മേനോനാണ്. ഇത് പറയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അച്യുത മേനോന്റെ കാര്യത്തിൽ ഓർത്തിരിക്കേണ്ടത്. ഞാൻ അത് വിട്ടുപോയി. നമുക്ക് 3ാം കേരള നിയമസഭ പറഞ്ഞു, അവിടെ EMS രാജിവെച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം സി അച്യുത മേനോൻ മുഖ്യമന്ത്രിയായെന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അന്ന് സി അച്യുത മേനോൻ രാജ്യസഭാംഗമായിരുന്നു. അന്ന് EMS രാജിവെക്കുമ്പോൾ സി അച്യുത മേനോൻ രാജ്യസഭാംഗമായിരുന്നു. പെട്ടെന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു? രാജ്യസഭാംഗത്വം രാജിവെച്ചിട്ട് മുഖ്യമന്ത്രിയായി. അപ്പൊ ഇദ്ദേഹം എന്തല്ല? നിയമസഭയിൽ അംഗമല്ല. നിയമസഭയിൽ അംഗമല്ല. മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് പിന്നീട് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ഇദ്ദേഹം മുഖ്യമന്ത്രിയായത്. അപ്പൊ അവിടെ വേറൊരു ചോദ്യം ചോദിക്കാമല്ലോ. നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി എന്ന് ചോദിക്കാമല്ലോ. നിയമസഭാംഗം ആയിരുന്നില്ല, അയാൾ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് നിയമസഭാംഗമായത്. അതാരാണ് ചോദിച്ചാൽ സി അച്യുത മേനോൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിയമസഭാ മണ്ഡലവും കൂടെ ഓർത്തു വെച്ചോ, കൊട്ടാരക്കരയാണ്. ഏതാണ്? അന്ന് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണ്? കൊട്ടാരക്കര എന്നാണ്. അപ്പൊ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ കാര്യം കൂടി നമ്മൾ ആരുടെ കാര്യത്തിൽ പറഞ്ഞു? സി അച്യുത മേനോന്റെ കാര്യത്തിൽ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. സി അച്യുത മേനോന്റെ ആത്മകഥ. സി അച്യുത മേനോന്റെ ആത്മകഥയാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ. എൻ്റെ ബാല്യകാല സ്മരണകൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ച ആത്മകഥയാണ് സി അച്യുത മേനോന്റെ ആത്മകഥ, എൻ്റെ ബാല്യകാല സ്മരണകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു EMSന്റെ ആത്മകഥയാണ് ആത്മകഥ. EMSന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്, അല്ലെ? ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്? പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ ബാല്യകാല സ്മരണകൾ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ കാലഘട്ടത്തിൽ, അതായത് 1970 മുതൽ 77 വരെ 4ാം കേരള നിയമസഭയുടെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. കേരളത്തിലെ ആദ്യത്തെ ഭവന പദ്ധതി എന്ന് പറയാവുന്ന പദ്ധതിയാണ് ലക്ഷം വീട് പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ഭവന പദ്ധതി എന്ന് പറയാവുന്ന പദ്ധതിയാണ് ലക്ഷം വീട് പദ്ധതി. ലക്ഷം വീട് പദ്ധതി എവിടെ എന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ 1972 ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. എവിടെയാണ് എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിൽ നമ്മുടെ ചടയമംഗലത്തിനടുത്തൊരു സ്ഥലമുണ്ട്, ചിതറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ലക്ഷം വീട് പദ്ധതി ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഏത് ജില്ലയിൽ? കൊല്ലം ജില്ലയിൽ. എവിടെ? ചിതറ. ഏത് വർഷം? 1972. ആര് എന്ന് കൂടി ചോദിക്കും. ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ആരാണ്? MN ഗോവിന്ദനാണ്. MN ഗോവിന്ദൻ നായർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. MN ഗോവിന്ദൻ നായർ ആണ് ലക്ഷം വീട് പദ്ധതിക്ക് 1972 കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തിനടുത്ത് ചിതറയിൽ തുടക്കമിടുന്നത്. ഓർത്തു വെക്കണം, ഒരു മാർക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് ആ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. സ്റ്റീഫൻ പാദുവ ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭയിൽ അംഗമായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭയിൽ അംഗമായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരെന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ പാദുവയാണ്. ആരാണ്? സ്റ്റീഫൻ പാദുവ. കേരള നിയമസഭയിൽ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? കേരള നിയമസഭയിൽ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി അത് വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ്. ഇന്ന് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടോ? ഇപ്പൊ 15ാം കേരള നിയമസഭ, അവിടെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടോ? ഇല്ല. അപ്പൊ ഏറ്റവും ഒടുവിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നത് ഏത് നിയമസഭയിലാണ്? 14ാം നിയമസഭയിലാണ്, അല്ലെ? 14ാം നിയമസഭയിൽ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി നിയമസഭയിൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജോൺ ഫെർണാണ്ടസ് ആണ്. ആരാണ്? ജോൺ ഫെർണാണ്ടസ് ആണ്. അപ്പൊ അത്രയും കാര്യം അവിടെ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 5ാം കേരള നിയമസഭയിലോട്ട് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എവിടെയുണ്ട്? 5ാം കേരള നിയമസഭയിലുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതാണ്, ആദ്യമായിട്ട് കേരള നിയമസഭയുടെ സ്ട്രെങ്ത് 140 കേരള നിയമസഭയുടെ സ്ട്രെങ്ത് 140 അല്ലെ? പണ്ട് നമ്മൾ പറഞ്ഞു EMSന്റെ കാലത്ത് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 126 സീറ്റുകളിലോട്ടാണ് തെരഞ്ഞെടുപ്പ്. ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി, അങ്ങനെ മൊത്തം 127 അംഗങ്ങൾ, അല്ലെ? ഇവിടെ ഇപ്പം മണ്ഡലങ്ങൾ എത്രയായി? 140 മണ്ഡലങ്ങളായി. അപ്പൊ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ 140 ആയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് 5ാം കേരള നിയമസഭയിലോട്ടാണ്. 5ാം കേരള നിയമസഭയ്ക്ക് കാലാവധി വളരെ
കുറവാണ്. നമുക്ക് 977 മുതൽ 79 വരെ. പക്ഷെ അതിനകത്ത് എത്ര മുഖ്യമന്ത്രിമാരുണ്ടെന്ന് നോക്ക്. എത്ര മുഖ്യമന്ത്രിമാർ? ഇപ്പോൾ 2ാം കേരള നിയമസഭയിൽ 2 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. 3ാം കേരള നിയമസഭയിൽ 2 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു, അല്ലെ? 4ാം കേരള നിയമസഭയിൽ ഒറ്റ മുഖ്യമന്ത്രിയാണ്. ആര്? സി അച്യുതമേനോൻ. വേറൊരു കാര്യം കൂടി, അദ്ദേഹം കാലാവധി തികച്ചു, അല്ലെ? അപ്പൊ കാലാവധി തികച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും ആരാണ്? സി അച്യുതമേനോനാണ്. കാലാവധി തികച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും സി അച്യുതമേനോനാണ്. 5ാം കേരള നിയമസഭയുടെ കാര്യം നോക്ക്, 4 മുഖ്യമന്ത്രിമാരുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നത് ഏത് കേരള നിയമസഭയിൽ എന്നൊരു ചോദ്യം ചോദിച്ചാൽ 5ാം കേരള നിയമസഭയിലാണ്. സ്ട്രെങ്ത്, നിയമസഭാംഗങ്ങളുടെ സ്ട്രെങ്ത് 140 ആദ്യ നിയമസഭ ഏതെന്ന് ചോദിച്ചാൽ 5ാം കേരള നിയമസഭയാണ്. നോക്ക്, 5ാം കേരള നിയമസഭയിൽ എത്ര മുഖ്യമന്ത്രിമാരാ? ഒരാള് കെ കരുണാകരൻ, വേറൊരാള് AK ആന്റണി, വേറൊരാള് PK വാസുദേവൻ നായർ, വേറൊരാള് CH മുഹമ്മദ് കോയ. അതില് ആദ്യത്തെ ആളെ എടുക്കാം, കെ കരുണാകരൻ. നേരത്തെ 4ാം കേരള നിയമസഭയിൽ അച്യുതമേനോൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആര്? കെ കരുണാകരൻ. ആ പറഞ്ഞ ആള് പിന്നീട് എന്താകുന്നു? 5ാം കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയാവുന്നു. പക്ഷെ 33 ദിവസം മാത്രമേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം അതിനു മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് ഒരാളെ ജയിലിലിട്ട് കൊന്നു എന്നുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. രാജൻ കേസ് എന്ന് പറയുന്ന നക്സലേറ്റ് കേസ്, രാജൻ കേസ്. ആ രാജൻ കേസിൽ കോടതി പരാമർശം വന്നു. ആ കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? രാജിവെക്കുന്നു, അല്ലെ? അപ്പൊ കെ കരുണാകരൻ അന്ന് എത്ര ദിവസമാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭ ഉണ്ടായിരുന്നത്? 33 ദിവസം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കെ കരുണാകരനാണ്. ഏറ്റവും കുറച്ചു നാൾ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി എന്നുള്ളതല്ല, ഏറ്റവും കുറച്ചു നാൾ, ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ ഏറ്റവും കുറച്ചു നാൾ മുഖ്യമന്ത്രി ആയിരുന്ന ആളെന്നല്ല, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി കെ കരുണാകരൻ 33 ദിവസം. ഇദ്ദേഹമോ? അച്യുതമേനോനോ? 7 കൊല്ലം ഏറ്റവും ദൈർഘ്യമേറിയ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്തു. അത് കഴിഞ്ഞ് വന്നതാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭ, അല്ലെ? കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ. എത്ര ദിവസം? 33 ദിവസം. കെ കരുണാകരൻ, അല്ലെ? കോടതി പരാമർശത്തെ തുടർന്ന് രാജിവെച്ച ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ കെ കരുണാകരനാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് ആര്? കെ കരുണാകരൻ. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. വേറെയും ചോദ്യം ചോദിക്കാം, ഏറ്റവും കൂടുതൽ കാലം ക്യാബിനറ്റ് പദവി കേരളത്തിൽ വഹിച്ചിരുന്നത് ആര്? ഏറ്റവും കൂടുതൽ കാലം ക്യാബിനറ്റ് പദവി, അല്ലെ? ക്യാബിനറ്റ് പദവി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ ക്യാബിനറ്റ് പദവിയാണ്. വേറൊരാൾ കൂടിയുണ്ട്. ആർക്കാണത്? പ്രതിപക്ഷ നേതാവിന് കൂടി ക്യാബിനറ്റ് പദവിയുണ്ട്, അല്ലെ? അപ്പൊ ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് കുറെ കാലം ഇരുന്നിട്ടുണ്ട്, അതുപോലെ പ്രതിപക്ഷ നേതാവായിട്ടും കുറെ കാലം ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാലം ക്യാബിനറ്റ് പദവി വഹിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാലും ആരുടെ പേര് പറയാം? കെ കരുണാകരന്റെ പേര് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് കെ കരുണാകരൻ ഇപ്പോഴല്ല പിന്നീട് കാലാവധിയും തികച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കാലാവധി തികച്ച ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആര്? അതാരാണ്? കെ കരുണാകരനാണ്. അതേസമയം കാലാവധി തികച്ച ആദ്യത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ സി അച്യുതമേനോനാണ്. കാലാവധി തികച്ച ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് കെ കരുണാകരനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അദ്ദേഹം തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു. ആര്? കെ കരുണാകരൻ തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു, കേരള നിയമസഭയിൽ അംഗമായിരുന്നു, ലോക്സഭയിൽ അംഗമായിരുന്നു, രാജ്യസഭയിൽ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും സ്ഥലങ്ങളിൽ അദ്ദേഹം അംഗമായിരുന്നു. എവിടെയൊക്കെ? തിരുക്കൊച്ചി നിയമസഭയിൽ, കേരള നിയമസഭയിൽ, ലോക്സഭയിൽ, അതുപോലെ രാജ്യസഭയിൽ. അപ്പൊ ഇവിടെയെല്ലാം അംഗമായിരുന്ന ഏക വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കെ കരുണാകരനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കെ കരുണാകരൻ 33 ദിവസത്തിന് ശേഷം രാജിവെക്കുമ്പോൾ AK ആന്റണി എന്ത് ചെയ്യുന്നു? മുഖ്യമന്ത്രിയാവുന്നു. 5ാം കേരള നിയമസഭയിൽ തന്നെ പുതിയ മുഖ്യമന്ത്രിയാവുന്നു. AK ആന്റണിയുടെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്? ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി, ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി, ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയെ നമുക്കറിയാം. ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആരാണ്? VS അച്യുതാനന്ദനാണ്, അല്ലെ? ഏറ്റവും പ്രായം കൂടിയ കേരളത്തിലെ
മുഖ്യമന്ത്രി എന്ന് പറയുന്നത് VS അച്യുതാനന്ദനാണ്. ഇതുവരെയുള്ള കേരള നിയമസഭാ ചരിത്രം വെച്ച് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടിയ പ്രായത്തിൽ നിയമസഭാംഗമായ വ്യക്തിയും ആരാണ്? അച്യുതാനന്ദനായിരുന്നു. ഏറ്റവും പ്രായക്കൂടുതലുള്ള നിയമസഭാംഗവും ഇതുവരെയുള്ള കേരള ചരിത്രത്തിന്റെ നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ ആരാണ്? VS അച്യുതാനന്ദനാണ്. ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയും VS അച്യുതാനന്ദനാണ്. അതേസമയം ഇപ്പൊ ഇവിടെ പറയുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? AK ആന്റണിയാണ്. അത് മാത്രമല്ല, അദ്ദേഹം അവിവാഹിതനുമായിരുന്നു അന്ന്. പിന്നീട് എലിസബത്തിനെ വിവാഹം കഴിച്ചു. അന്ന് അവിവാഹിതനായിരുന്നു. അപ്പൊ അവിവാഹിതനായ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും ആരാണ്? AK ആന്റണിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം AK ആന്റണിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ കൊള്ളാവുന്നത്, മുഖ്യമന്ത്രി ആയതിനു ശേഷം കേന്ദ്രമന്ത്രിയായ ആദ്യ വ്യക്തി. മുഖ്യമന്ത്രി ആയതിനു ശേഷം കേന്ദ്രമന്ത്രിയായ ആദ്യ വ്യക്തി. നമുക്കറിയാം അദ്ദേഹം എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന ആളാണ്, അല്ലെ? പ്രതിരോധ മന്ത്രിയായ രണ്ടാമത്തെ മലയാളിയാണ്. പ്രതിരോധ മന്ത്രിയായ രണ്ടാമത്തെ മലയാളിയാണ്. ആദ്യം VK കൃഷ്ണമേനോൻ കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായിരുന്നു. അതിനുശേഷം പ്രതിരോധ മന്ത്രിയായ രണ്ടാമത്തെ മലയാളിയാണ് AK ആന്റണി. അപ്പൊ നമുക്ക് ഇങ്ങനെയും പറയാം, മുഖ്യമന്ത്രി ആയതിനു ശേഷം കേന്ദ്രമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ആര്? AK ആന്റണി എന്ന് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് 1996 ചാരായ നിരോധനം കേരളത്തിൽ നടപ്പിലാക്കിയ 1996 എന്ന് പറഞ്ഞാൽ April 1 കൂടി ഓർത്ത് വെച്ചോ. അപ്പൊ അതിന്റെ ഒരു രസം പിടികിട്ടും. 1996 April 1 ചാരായ നിരോധനം കേരളത്തിൽ നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും ആരാണ്? അത് AK ആന്റണിയാണ്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ വേതനം നൽകിയ മുഖ്യമന്ത്രി, തൊഴിലില്ലായ്മ വേതനം ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും AK ആന്റണിയാണ്. AK ആന്റണിയുടെ കാര്യം പറയുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമുണ്ട്. 1957-58 കാലഘട്ടത്തിൽ നടന്ന ഒരു വിദ്യാർത്ഥി സമരമുണ്ട്, ഒരണ സമരം. വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി അന്ന് EMS ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. അതിനെതിരെയുള്ള ഒരു സമരമാണ് ഒരണ സമരം. KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം സ്ഥാപിക്കപ്പെടുകയും അതിന്റെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായിട്ടുള്ളത് എന്ന് പറയാവുന്ന ഒരു സമരമാണ് ഒരണ സമരം. കേളപ്പൻ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് അത് അവസാനം ആ സമരം ഒത്തുതീർപ്പാകുന്നത്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളെല്ലാം ഗവൺമെന്റ് അംഗീകരിച്ചു. അതാണ് ഒരണ സമരം. ആ ഒരണ സമരവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ പിന്നീട് വളർന്നു വന്ന നേതാക്കളാണ് ഒന്ന് വയലാർ രവി, വേറൊന്ന് AK ആന്റണി. ഒരണ സമരവുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥി നേതാവ് പിന്നീട് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ആര് എന്ന് ചോദിച്ചാൽ AK ആന്റണിയാണ്. ഒരണ സമരത്തിലൂടെ ശ്രദ്ധ നേടിയ നേതാവാണ് വയലാർ രവി. അന്ന് KSUവിന്റെ നേതാവ് ശരിക്കും ആരാണ്? വയലാർ രവിയാണ്. അതുകൂടി ഓർത്തു വെക്കണം. അപ്പൊ ഒരണ സമരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാർത്ഥി സമരമാണ്. അപ്പൊ തൊഴിലില്ലായ്മ വേതനം കൊടുത്ത മുഖ്യമന്ത്രി ആരാണ്? AK ആന്റണി. AK ആന്റണിയും കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം രാജിവെക്കും. പിന്നീട് പുതിയ ഒരു മുഖ്യമന്ത്രി അതേ നിയമസഭയിൽ തന്നെ വരും. ആരാണ്? PK വാസുദേവൻ നായർ. PK വാസുദേവൻ നായർ CPI കാരനാണ്. PK വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. മന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. എവിടെ? 5ാം കേരള നിയമസഭയിൽ. ഒരേ നിയമസഭയിൽ മന്ത്രിയായിരിക്കുക, പിന്നീട് മുഖ്യമന്ത്രിയാവുക, പിന്നീട് അതേ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുക. ഇങ്ങനെ ആയിട്ടുള്ള ഒരേ ഒരാളെ ഉള്ളൂ. ആരാണ്? PK വാസുദേവൻ നായർ. അപ്പോൾ ഒരേ നിയമസഭയിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന വ്യക്തി ആര് എന്നുള്ള ഒറ്റ ചോദ്യമേ ആരുടെ കാര്യത്തിൽ ചോദിക്കുള്ളൂ? PK വാസുദേവൻ നായരുടെ കാര്യത്തിൽ ചോദിക്കുള്ളൂ. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി അദ്ദേഹം രാജിവെക്കും. അതിനുശേഷം പുതിയ ഒരു മുഖ്യമന്ത്രി വരും, CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നത്, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭയെ നയിച്ചതാണ് K കരുണാകരൻ എന്ന് പറയുന്നത്. അതേസമയം ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ളത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് പാർട്ടിക്കാരനാണ്. CH മുഹമ്മദ് കോയ. അദ്ദേഹം മുഖ്യമന്ത്രിയായി, പക്ഷെ അതിനു മുമ്പ് സ്പീക്കറായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ കേരള നിയമസഭാ ചരിത്രത്തിലെ സ്പീക്കർ ആരെന്ന് ചോദിച്ച CH മുഹമ്മദ് കോയയാണ്. കേരള നിയമസഭാ
ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? CH മുഹമ്മദ് കോയ ആയിരുന്നു. CH മുഹമ്മദ് കോയ സ്പീക്കർ ആകുന്ന സമയത്ത് അദ്ദേഹത്തിന് 35 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. 35 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറാണ് ആര്? CH മുഹമ്മദ് കോയ. എന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, കേരള നിയമസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ സ്പീക്കർ സ്ഥാനത്ത്, ആക്ടിംഗ് ആണ്, സ്പീക്കർ സ്ഥാനത്തിരുന്ന ഒരേ ഒരു വനിതയേ ഉള്ളൂ, A. നബീസത്ത് ബീവി. ആരാണ്? A. നബീസത്ത് ബീവി എന്ന് പറയുന്ന വനിത മാത്രമാണ് സ്പീക്കറിന്റെ കസേരയിൽ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ സ്പീക്കർ കസേരയിൽ ഇരുന്നിട്ടുള്ള കേരളത്തിലെ ഏക വനിത ആരാണെന്ന് ചോദിച്ചാൽ, നിയമസഭാ ചരിത്രത്തിലെ ഏക വനിത ആരെന്ന് ചോദിച്ചാലും ആക്ടിംഗ് ആണ്, എന്നാലും ആരെന്ന് ചോദിച്ചാൽ A. നബീസത്ത് ബീവിയാണ് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഇപ്പൊ നമ്മൾ CHന്റെ കാര്യത്തിലോട്ട് വരാം. PK വാസുദേവൻ നായർക്ക് ശേഷം CH മുഖ്യമന്ത്രിയാകുന്നു. അതിനു മുമ്പ് എന്തായിരുന്നു? സ്പീക്കർ ആയിരുന്നു. അപ്പൊ സ്പീക്കർ ആയതിനു ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ CH മുഹമ്മദ് കോയയാണ്. അതേസമയം ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രി ആയത് ആര്? ആദ്യം ആരെന്ന് ചോദിച്ചാൽ ആരാണ്? R. ശങ്കറാണ്. അല്ലെ? ഇവിടെ സ്പീക്കർ ആയതിനു ശേഷം എന്താകുന്നു? അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. അല്ലെ? മുഖ്യമന്ത്രിയാകുന്നു. ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം പിന്നീട് മന്ത്രിയായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. അല്ലെ? മുഖ്യമന്ത്രി ആയതിനു ശേഷം മന്ത്രിയായ ഏക വ്യക്തി, മുഖ്യമന്ത്രി ആയതിനു ശേഷം മന്ത്രിയായ ഏക വ്യക്തി, മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി, മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉപമുഖ്യമന്ത്രിയായ, മുഖ്യമന്ത്രി ആയതിനു ശേഷം മന്ത്രിയായ, സ്പീക്കർ ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ, സ്പീക്കർ ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് CH മുഹമ്മദ് കോയയാണ്. അപ്പൊ ഇത്രയും 5ാം കേരള നിയമസഭയിലുള്ള കാര്യം പറയുമ്പോൾ ആയി ഏതാണ്ട് 10-40 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. അപ്പൊ നമുക്കിതെല്ലാം വിശദമായിട്ട് പറയാനായിട്ട് പറ്റൂല. അടുത്ത ക്ലാസ്സിൽ ഈ ഭാഗം ഭംഗിയായിട്ട് തീർക്കാം. ഇത് തീരുമ്പോഴത്തേക്കും കേരളത്തിലെ ഇതുവരെയുള്ള നിയമസഭാ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.